നമസ്കാരം. പത്തനംതിട്ടയിൽ കുട്ടികൾക്ക് നേരെ ക്രൂര ശാരീരിക പീഡനം നടത്തിയതായി കണ്ടെത്തിയ ഇലോഹിം ഗ്ലോബൽ വർക്ക്ഷോപ്പ് സെന്റർ ഉടമ ബിനു പാസ്റ്ററെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത്. പ്രാർത്ഥന കേന്ദ്രങ്ങളുടെ മറവിൽ നടത്തുന്ന അനധികൃതമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും പാസ്റ്ററുടെ അസാധാരണ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് PHP സംസ്ഥാന കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരനും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ ഈ ഒരു പത്രസമ്മേളനം പത്തനംതിട്ടയിൽ വിളിച്ചു ചേർത്തതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറേയേറെ ദിവസമായി പത്തനംതിട്ടയിലെ ഒരു സുവിശേഷ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാ ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം പറയുന്നുണ്ട്. എല്ലാവർക്കും ഭരണഘടനയ്ക്ക് അനുസൃതമായ രീതിയിൽ മതസ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭരണഘടനയിലെ ആ അവകാശത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിലെ കൂടുപോലെ സുവിശേഷ കേന്ദ്രങ്ങൾ വളർന്നു വരികയാണ്. അതിൽ മഹാഭൂരിപക്ഷവും അനധികൃതമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് ശാരീരിക ബുദ്ധിമുട്ടാവാം, മാനസികമായ പ്രയാസം, സാമ്പത്തികമായ പ്രയാസം, തൊഴിൽപരമായ പ്രയാസം ഒക്കെ ഉണ്ടാകാം. അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു തട്ടിപ്പിന്റെ രീതിയിലേക്ക് ഈ സുവിശേഷവൽക്കരണം മാറി. അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നൽകിയിരുന്നു. ഇപ്പോൾ ഈ പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന കേന്ദ്രത്തിൽ അവിടുത്തെ അന്തേവാസികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പറ്റിയും ഒക്കെ വാർത്തകൾ വന്നു. പക്ഷേ നാളിതുവരെയായിട്ടും അയാൾക്കെതിരെ യാതൊരു വിധമായ കേസുകളും എടുത്തിട്ടില്ല. മതസ്വാതന്ത്ര്യത്തിന്റെ മറവിൽ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന വ്യാജ സുവിശേഷ പ്രാർത്ഥനാലയങ്ങൾ അടച്ചുപൂട്ടാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. യാതൊരുവിധ വരുമാന മാർഗങ്ങളുമില്ലാത്ത പാസ്റ്റർ ബിനു ചുരുങ്ങിയ കാലയളവിൽ വൻ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പാസ്റ്ററുടെ മുൻ പ്രസംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തണമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. അവരുടെ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പത്തനംതിട്ടയിലെ SHOയെ ഞങ്ങൾ വിളിച്ചു. കൃത്യമായിട്ടാണ് പറയുന്നത്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രമാത്രം സ്വാധീനം ഈ വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാകുന്നു? അതിന്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെപ്പറ്റി മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇവരുടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച, യാതൊരുവിധമായ തൊഴിലുമല്ല ഇവർ ചെയ്യുന്നത്. വെറും സുവിശേഷം, ദൈവികമായ ഒരു പ്രവൃത്തിയുടെ മറവിൽ കൂടി കോടാനുകോടി രൂപയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്നത്. പത്തനംതിട്ട ജില്ലയാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലും നിയമപ്രകാരമല്ലാത്ത ഈ സുവിശേഷ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ പാസ്റ്റർ ബിനുവിന്റെ സാമ്പത്തിക സ്രോതസ്, ആനുപാതികമല്ലാത്ത സാമ്പത്തിക സ്രോതസ്, കഴിഞ്ഞ 10-12 വർഷക്കാലം കൊണ്ട് ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ള പണം, അതിന്റെ സോഴ്സ് എന്താണ്, അതിന്റെ ഇൻകം ടാക്സ് അയാൾ കൃത്യമായി ഫയൽ ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളെ പറ്റി കൂടെ ഒരു അന്വേഷണം നടത്തണം. അതേപോലെ തന്നെ ഇയാൾ ധാരാളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയാം, 2019 ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഒരു സ്ത്രീ കൊടുത്ത പരാതിയുണ്ട്. ആ പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നത് ആ സ്ത്രീയെ കടന്നു പിടിക്കുകയും പന്തളം സ്വദേശിനി, കുളനട സ്വദേശിനിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരി കൊടുത്തതാണ്. ഞാൻ വേണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വാട്സാപ്പായിട്ട് തന്നെ ഇട്ടുതരാം. സോഷ്യൽ മീഡിയയിലൊക്കെ അത് വളരെ വ്യാപകമായിട്ടൊന്നും വന്നിട്ടില്ല. ആ ആളിന്റെ പേര് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മാന്തുക സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയിൽ ഇയാൾ പ്രതിയാണ്. അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും അവരുടെ ചുരിദാർ പിടിച്ച് വലിച്ചു കീറുകയും അവരെ മോശമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത 152/2019 എന്ന് പറഞ്ഞുകൊണ്ട് ഇലവുംതിട്ട പോലീസ് ഒരു കംപ്ലൈന്റ്, ഒരു പെറ്റീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുക, നാട്ടിലെ ഏതും ആയിക്കൊള്ളട്ടെ, ഒരു സ്ത്രീ കൊണ്ടൊരു പരാതി കൊടുത്താൽ സ്വാഭാവിക നീതിയുടെ ഭാഗമായിട്ട് FIR ഇടുന്നതാണ്. പക്ഷെ ഒരു FIR ഇട്ടതായിട്ട് ഓൺലൈനിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല.
പക്ഷേ പോലീസ് സ്റ്റേഷനിലെ രേഖ പ്രകാരം അത് നമ്മുടെ കയ്യിലുണ്ട്. ആ അവര് കൊടുത്ത പരാതിയുടെ കോപ്പിയുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തരമായി കർശന നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ നിയമസമര പോരാട്ടങ്ങളിലേക്ക് നീങ്ങുമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നറിയിപ്പ് നൽകി. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വീഡിയോസും അപ്രകാരം തന്നെ കച്ചവടമാണ്. എന്ത് സംഭവം ഉണ്ടായാലും യൂട്യൂബ് വഴി വിറ്റ് വീണ്ടും കച്ചവടം ചെയ്യുക. അത്തരം മതം വിൽക്കുക, യേശുവിനെ വിൽക്കുക, ഇതരം മതക്കാരെ വിൽക്കുക, ഇതെല്ലാം വിറ്റുകൊണ്ട് ഇയാൾ ഉണ്ടാക്കുന്ന കോടാനുകോടി രൂപയാണ്. അത് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അല്ല എങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമപരിപാടികളും സമര പരിപാടികളും ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.